ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വീഡിയോ ചെയ്തിരിക്കുന്ന അതേ ഗ്രാമത്തിലാണ് കേട്ടോ, വിമലഗിരി എന്ന് പറയുന്ന ഗ്രാമം. അപ്പോൾ അന്ന് ഞാൻ നിങ്ങളെ വിമലഗിരിയിലെ ചാപ്പാസിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നീലിവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു വഴി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ യാത്ര നീലിവയൽ കാണാൻ വേണ്ടിയാണ്. ശരിക്കും പ്രകാശിൽ നിന്ന് തങ്കമണി റൂട്ടിൽ ഈ നീലിവയൽ കാണാം. പക്ഷേ ഈ വിമലഗിരിയിൽ നിന്ന് നീലിവയലിലേക്കുള്ള വഴിക്കൂടെയുള്ള ഒരു യാത്ര നടത്തണമെങ്കിൽ നമ്മൾ ഇതിലൂടെ തന്നെ യാത്ര ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. അങ്ങനെ നമ്മൾ വിമലഗിരിയിൽ നിന്ന് യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. വിമലഗിരിയിൽ നിന്ന് നീലിവയൽ ലക്ഷ്യമാക്കിയുള്ളൊരു യാത്രയാണ് കേട്ടോ. ഈ കാണുന്ന വഴി ഫുള്ള് റബ്ബറൈസ്ഡാണ്. അത് നല്ല കിടിലം വഴിയായിട്ട് പണിതിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് പൂർണ്ണമായിട്ട് കൃഷിയിടങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. കാരണം വെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന വഴിയൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളാണ്. ഏലവും കുരുമുളകും ജാതിയും അതുപോലെ തന്നെ കൊക്കോയൊക്കെ വിളയുന്ന ചെറിയ ഗ്രാമീണ വഴിയിൽ കൂടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ഇടയ്ക്ക് കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, ടൗൺഷിപ്പുകൾ വലിയ വലിയ ഗ്രാമങ്ങളൊക്കെ കാണിക്കാതെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും കൂടി വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊരു സന്തോഷമാകട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വഴി നിങ്ങളെ പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ നീലിവയലിൽ ചെന്നിട്ട് പ്രകാശനും കയറാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് തങ്കമണിക്കും പോകാൻ പറ്റും കേട്ടോ. തങ്കമണിയാണ് ഏറ്റവും അടുത്തുള്ള ഡെസ്റ്റിനേഷൻ. അപ്പോൾ തങ്കമണിയിലൊക്കെ വന്നിട്ട് നീലിവയൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ചേരച്ചോട് വന്ന് തൊടുപുഴയ്ക്കോ അല്ലെങ്കിൽ കോതമംഗലത്തിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വഴി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യണേ. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ രണ്ട് സൈഡും ധാരാളം വീടുകളുണ്ട്. നമ്മൾ അങ്ങനെ കൃഷിയിടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. ശരിക്കും ഈ വഴിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകാശിൻ്റെ ഒക്കെ ഒരു താഴ് ഗ്രാമത്തിലൂടെയും അതുപോലെ പാണ്ടിപ്പാറ വണ്ടി ചെയ്തില്ലേ, പാണ്ടിപ്പാറയുടെ ഏറ്റവും അടിഭാഗത്തോടെയും അങ്ങനെ ഒരു താഴ്വാരയിലൂടെ യാത്ര ചെയ്ത് പോവുകയാണ്. രണ്ട് മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വാരത്തോടുള്ള യാത്ര ചെയ്ത് പോകുന്ന വഴിയാണ് ഈ വഴി കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ നമ്മൾ പ്രകാശിനടുത്തുള്ള കരിക്കമ്മയുടെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറി നിന്നാൽ നമുക്ക് ഈ വഴിയും കാണാൻ പറ്റും, അതുപോലെ പാണ്ടിപ്പാറയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കരിക്കമ്മേട് വന്നാൽ ഈ വഴിയുടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ പോകുന്ന വഴിക്കുള്ള കൃഷിയിടങ്ങളൊക്കെ കണ്ടോ, നല്ല അടിപൊളി വീടുകളും അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിരിക്കുന്ന കൃഷിത്തോട്ടങ്ങളും എല്ലാം ഉള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്തുന്നത്. ഈ പാണ്ടിപ്പാറയ്ക്ക് കയറി പോകണമെങ്കിൽ നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ കയറിയിട്ട് വേണം പാണ്ടിപ്പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ടോ. അപ്പോൾ പോകുന്ന വഴിയുടെ ആ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, ശരിക്കും ഗ്രാമീണ വഴിയല്ലേ. ഈ വഴി ബസ് സർവീസൊക്കെ കുറച്ച് കാലം 1-2 ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ബസ് സർവീസൊന്നുമില്ല. നിലവിലൊരു ഗ്രാമീണ വഴി എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് മലയുടെ ഇടയിലേക്കൂടെയുള്ള ഒരു താഴ്വാരം റോഡ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ശരിക്കും ഈ വഴിയുടെ പേരെന്ന് പറയുന്നത് തടിയമ്പാട് വിമലഗിരി ശാന്തിഗ്രാം റോഡെന്നാണ് ഈ വഴിയുടെ പേര് കേട്ടോ. അതായത് ഈ വഴി തടിയമ്പാട് വിമലഗിരി വന്നിട്ട് നേരെ നീലുവയൽ കൂടിയിട്ട് നമ്മുടെ ശാന്തിഗ്രാമിൽ ചെല്ലുകയാണ്. അതാണ് ഈ വഴിയുടെ പേര്. ശരിക്കും അങ്ങനെ നമ്മൾ പാണ്ടിപ്പാറയിലേക്ക് എത്താറായ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നീലിവയലിനാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കരിക്കുംതോളം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഈ കാണുന്ന മല ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നേരെ പാണ്ടിപ്പാറയിലേക്കാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഇടുക്കി മലമടക്കുകൾക്കിടയിൽ കൂടെയുള്ള ഒരു വഴിയാണ്. പക്ഷേ കുത്തനുള്ള കയറ്റമാണ്. പരിചയമില്ലാത്ത ആളുകളൊക്കെ പോയാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ആ വഴി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വഴിയാണ് പാണ്ടിപ്പാറയ്ക്ക് കയറി പോകുന്ന വഴി. ഇതിലൂടെ നമുക്ക് ആ ഒരു മലയൊക്കെ കയറി ഇങ്ങനെ കുത്തനെ കയറി പോകണം കേട്ടോ. ചേട്ടാ, ഈ സ്ഥലത്തിൻ്റെ പേര് ചേട്ടാ? കരിക്കുംതോളം അല്ലേ? തോളം. അപ്പോൾ ഇതിൻ്റെ മോൾ സൈഡാണ് കരിക്കുംമേട് അല്ലേ? ഇതിൻ്റെ ഈ ഇവിടെ ആണ് ഈ കരിക്കുംമേട്. ഈ പാറ ഇത് കാണുന്നില്ലേ? കരിക്കുംമേട്. ഇതിൻ്റെ അങ്ങാ ചെരുവ് ഉപ്പുതോട്. വേറെ സൈഡ് പ്രകാശ് അല്ലേ? ആ സൈഡ് പ്രകാശ്. ഈ കാണുന്ന വഴി പാണ്ടിപ്പാറയ്ക്ക് പോകണേ? എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ചിന്താനേ ഉള്ളൂ. വഴിയോ? ടാറിങ് വഴിയാണ്. കയറ്റമായിരിക്കും അല്ലേ? കയറ്റമായിരിക്കും.
കയറ്റമാണോ എന്ന് കുത്തനുള്ള കയറ്റങ്ങൾ വല്ലതും ഉണ്ടോന്ന്? ഉത്തരയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാമാന്യം കയറ്റമാണ്. കയറ്റം അല്ലേ? ഓക്കെ. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഞങ്ങൾ 69 വന്നതാണ്. ഓ, അത്രയും പഴക്കമുള്ള ഒരു സ്ഥലമാണല്ലേ? അങ്ങനെ ആ ചേട്ടനോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടന് ഞാനങ്ങടെ അത് കഴിഞ്ഞ് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ആ ചേട്ടൻ KSRTCയുടെ ഡ്രൈവറായിട്ട് വിരമിച്ച ആളാണ് കേട്ടോ. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. പക്ഷേ ആ വീട്ടുകാരോട് നമ്മുടെ ചാനൽ ഏതാണെന്ന് പറയാൻ മറന്നുപോയി കേട്ടോ. സോറി. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഇടുക്കി ചില്ലീസാണ്. അപ്പം അവരാരെങ്കിലും കാണുമെന്ന് അറിയത്തില്ല, എന്നാണെങ്കിലും അവരോട് സോറി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ റോഡിൻ്റെ 2 സൈഡും കൃഷിയിടങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ വലിയ ടൗണായിട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലമൊന്നുമല്ല. ഒരുപാട് ഒച്ചയോ ബഹളമോ അങ്ങനെയൊന്നുമില്ല. ഒരു ശാന്തമായ അന്തരീക്ഷത്തിലെ കൃഷിയിടങ്ങളുടെ ഇടയിലൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു കിടില സ്ഥലമാണ് നമ്മൾ ഈ കടന്നു പോകുന്നത് കേട്ടോ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇനി ഇരുകൂട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. ഇരുകൂട്ടിയും കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാലാണ് നീലവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വാഴത്തോട്ടം നിങ്ങൾ കണ്ടായിരുന്നോ? അതേ പോകുന്ന വഴിക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എന്താണെങ്കിലും അങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇരുകൂട്ടി എന്ന് പറയുന്ന ചെറിയൊരു കവലയിലേക്ക്, ഗ്രാമമൊന്നുമൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരു നാട്ടു കവലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഈ ഒരു കൊച്ചു സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് മുന്നോട്ട് പോകാം അല്ലേ? നമ്മൾ ആദ്യം കണ്ട കരിക്കുന്തോടില്ലേ, അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ കവല നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് കടകളൊന്നുമില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇരുകൂട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ മനോഹരമായിരിക്കുന്ന കുറച്ച് കടകളും അതിനോട് ചേർന്ന് ഒരു ഹൈലൈറ്റായിട്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ വന്ന് വോളിബോൾ കളിക്കുന്ന ഒരു മനോഹരമായ ഒരു കോർട്ടും പിന്നെ ധാരാളം പഴയ മോഡൽ 1-2 കടകളൊക്കെ ഉള്ള ഒരു ചെറിയ കൊച്ചു കവല അല്ലെങ്കിൽ ഒരു കൊച്ചു ഗ്രാമം ഇരുകൂട്ടി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യാത്ര കൊണ്ട് തുടരാം അല്ലേ? ഇപ്പോൾ ഇലക്ഷൻ കാലം ആയതുകൊണ്ട് എവിടെ പോയാലും ഇങ്ങനെ പോസ്റ്ററുകളും ബാനറുകളും അതുപോലെ തന്നെ എന്താ പറയണേ നമ്മുടെ കൊടികളൊക്കെ ധാരാളം കാണും കേട്ടോ. കൂട്ടുകാരെ, ഇരുകൂട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിത് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മളിനി പോകാനുള്ള വഴി നിങ്ങൾ കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും വലിയ മലകൾ അല്ലേ. ആ മലയുടെ അടിവാരത്തോടുള്ള ആ വളഞ്ഞു പൊളഞ്ഞ് കിടക്കുന്ന വഴിയില്ലേ, എന്തൊരു രസം നോക്കിയേ. അപ്പോൾ ആ ഒരു വഴിക്കറിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത്. ഇതൊരു വേറിട്ട യാത്ര തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പല വീഡിയോകളും അത് നമ്മുടെ മാത്രം ചാനലിൽ കൂടിയായിരിക്കും വരുന്നത്. കാരണം വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഈ വഴിയോ ഇവിടുത്തെ സാഹചര്യങ്ങളോ ഒന്നും ഒരു പക്ഷേ അറിവുണ്ടാവില്ല. അവർ വന്ന് ഏതെങ്കിലും ഡെസ്റ്റിനേഷനൊക്കെ കാണിച്ചു പോകും. പിന്നെ അങ്ങനെ ചെയ്യുന്ന 1-2 പേരുണ്ട് കേട്ടോ ഇടുക്കിയിൽ. കേട്ടോ അവിടെ നോക്കിയേ, പുതിയ ഏരം വെച്ചങ്ങനെയാണേ. നല്ല കനത്ത വെയിലത്ത് എങ്ങനെ നിൽക്കുമോ ആവോ. എന്നാണെങ്കിൽ അവിടെ നിന്ന് JCB ഒക്കെ വെട്ടി വഴിയൊക്കെ വെട്ടി ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. രസമല്ലേ? നമ്മൾ ഈ യാത്രയിൽ ഒരു പാറമട ഇവിടെ ഉണ്ട്. പക്ഷേ പാറമടയ്ക്കുള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തരില്ലല്ലോ. അറിയാലോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുരിശുപള്ളി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം വലിയൊരു പള്ളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം നീലുവയലാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ വഴി 2ആയിട്ട് തിരിയുകയാണ്. അപ്പം മനോഹരമായിട്ടുള്ള ഒരു കൃഷിയുടെ യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടിപ്പർ അവിടെ നിന്ന് കല്ലൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആ കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ടിപ്പർ പോകുന്ന വഴിയിലെ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രകാശ് നീലുവയൽ തങ്കമണി റൂട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ ഓട്ടോറിക്ഷ പോകുന്ന വഴി കണ്ടോ, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നീലുവയൽ പള്ളിയുടെ അവിടെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ട് നീലുവയൽ പള്ളിയൊക്കെ കണ്ടിട്ട് ആ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറുന്നതായിരിക്കും കുറച്ച് ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയുള്ള യാത്ര അല്പം കയറ്റമൊക്കെ കയറിയിട്ട് വേണം നമ്മൾ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നീലുവയൽ പള്ളിയും കണ്ടിട്ട് നീലുവയൽ ഗ്രാമത്തിലേക്ക് നമുക്ക് ചെല്ലാം. ചെറിയൊരു കവലയാണ്, വളരെ ചെറിയ, ഒരുപാട് ആളുകളൊന്നും തിങ്ങിപ്പാർക്കാത്ത ഒരു ചെറിയ സ്ഥലമാണ്. ഇതുവഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തങ്കമണിയിലേക്ക് ചെന്ന് കാണാം. പള്ളിയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതുവഴിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് മഠമാണ് ഇവിടുത്തെ. അപ്പം മഠത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരു റോഡ് നമുക്ക് കാണാൻ പറ്റും. ഇത് മഠത്തിലേക്ക് കയറി പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നീലുവയൽ പള്ളി.
നമ്മൾ കണ്ട ഈ പള്ളിയുടെ അവിടുന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അപ്പം നമ്മൾ വിമലഗിരിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന മെയിൻ വഴിയിലെ നമ്മൾ ഈ പള്ളിയുടെ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. മെയിൻ വഴിയിലേക്ക് വീണ്ടും കയറിയിട്ട് അത് ചെന്ന് നേരെ തങ്കമണിയുടെ ടോപ്പിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ നീലിവേൽ പള്ളിയുടെ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് തങ്കമണിക്ക് തൊട്ട് മുകളിലുള്ള കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച അടിപൊളിയാണ്. ഒരു പാറയുടെ മേളിലിരിക്കുന്ന ഒറ്റപ്പെട്ട ഒരു ക്ഷേത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയുടെ തൊട്ടു മോൾ ഭാഗത്താണ് ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ. എന്നാണെങ്കിലും ഒരു ഗംഭീരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ആ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ചെറിയ കുന്നൊക്കെ കയറിയിട്ട് നമ്മൾ മറ്റൊരു കവലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മനോഹരമായ യാത്ര നമുക്ക് പറയാൻ പറ്റും. ഈ കയറി ചെല്ലുന്ന ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് പോയാൽ നമുക്ക് പ്രകാശ് തങ്കമണി റൂട്ടിലേക്ക് പോകാൻ പറ്റും, വലത്തേക്ക് പോയാലും പ്രകാശ് തങ്കമണി റൂട്ടിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കടകളും കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഇനി നമ്മൾ കുറച്ച് കയറ്റമൊക്കെ കയറിയിട്ട് ഈ ഒരു കുന്നൊക്കെ കയറിയിട്ട് നമ്മൾ മറ്റൊരു ചെറിയ സ്പോട്ടിലേക്കാണ് എത്തുന്നത്. ഇവിടങ്ങളിലൊക്കെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വഴിയുടെ ഇരു സൈഡിലും ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി കുറച്ച് ഇറക്കമൊക്കെ ഇറങ്ങി നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് തങ്കമണിയിൽ നിന്ന് പ്രകാശ് പോകുന്ന വഴിക്ക് കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ. ഒരു അസാധ്യമായ ഒരു കാഴ്ചയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തടിയമ്പാട്, വിമലഗിരി, അതുപോലെ തന്നെ നീലിവേൽ ചെന്നിട്ട് ശാന്തിഗ്രാമം ചെന്ന് ചാടുന്ന വഴിയാണെന്ന്. അപ്പം നമ്മളിത് ചെന്ന് ചാടുന്ന വഴി എന്ന് പറയുന്നത് തങ്കമണി പ്രകാശ് റൂട്ടിലേക്കാണ് ഈ ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ നമ്മൾ വിമലഗിരിയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വഴി തങ്കമണിക്കാണ്. ഇനി ഈ കാണുന്നത് പ്രകാശനാണ്. ഈ കാണുന്ന കടയില്ലേ, കടയുടെ സൈഡിൽ കട അവിടെ ഒരു കവലയുണ്ട്. ആ കവലക്കട നമ്മൾ മുകളിലേക്ക് കയറിപ്പോയാൽ ശാന്തിഗ്രാമിന് നമുക്ക് പോകാൻ പറ്റും. അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ കുറേ അധികം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ തങ്കമണിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.